अरे लोगों, बाहर आ जाओ। इस देश और घर को रक्षा करने के लिए राम सिंह गुरखा आया है। जबलपुर, जयपुर, जामशेदपुर, कोलालमपुर, करीपुर, राज कपूर, शशि कपूर, अनिल कपूर आदि शहरों में चोर लुटेरे हत्यारों को मारकर राष्ट्रपति से विशिष्ट सेवा पदक प्राप्त करके अंत में इस शहर में पहुंचा हूँ। सब लूटा की होश में ये तो क्या किया। नमस्कार साहब। नमस्कार। इधर काम के लिए जगह खाली है। ये जानकर मैं नेपाल से आया हूँ। എന്താണ് ഇവൻ പറയുന്നത്? ജോലിക്ക് വേണ്ടി വന്നാണെന്ന്. ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. मैं नेपाल वाला राम सिंह हूँ। ഞങ്ങൾ ഗൂർഖകൾക്ക് ഒരേ ഛായ. തനിക്ക് മലയാളം പറയുന്നു. थोड़ा थोड़ा मालूम। एक मलयाली नायर के एक नेपाली लड़की ഉണ്ടായതാണ് ഞാൻ. मगर अभ्यास में अव्वल नस्ल का हूँ। खिलाड़ियों का खिलाड़ियों हूँ मैं. देख लो साहब. 1 2 3 4 5 6 7 8 9 10. अरे भगवान, ഇതൊക്കെ ചെയ്യാനുള്ളയോ ഒന്നും നോക്കാൻ സമയം കിട്ടിയില്ല. मैं राम सिंह गुरखा हूँ. മേനൻ സാർ, കണ്ടിട്ട് നല്ല പരിചയം തോന്നുന്നു. चोरों को एक ही नजर में मुझे जानता हूँ. എന്താ ഈ പറഞ്ഞേ? കള്ളന്മാരെ ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയുന്നു. चोर എന്താ താൻ കള്ളനാണെന്ന ഇയാള് വീണ്ടും പറയുന്നത്? ഓർമ്മക്കുറവുകൊണ്ട് കുറെ രൂപയുടെ കണക്ക് എഴുതാൻ മറന്നു വെച്ച് ഞാൻ ഒന്നും കണ്ടിട്ടില്ല. കണ്ടിട്ട് മിടുക്കനാണ് തോന്നുന്നു. അപ്പോയിന്റ് ചെയ്തേക്കൂ. शुक्रिया साहब. ഹലോ ശങ്കർജി, ഞാൻ ഡൽഹിന്നാ. രമേശ് നമ്പ്യാരുടെ അച്ഛൻ എം.എൻ. നമ്പ്യാർ. ഹലോ മിസ്റ്റർ നമ്പ്യാർ. ആ ശങ്കർജി, നമ്മളന്ന് നേരിൽ കണ്ടപ്പോൾ മകൻ ഒരു പ്രപ്പോസലിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? അവനിന്ന് അമേരിക്കയിൽ നിന്ന് എത്തി. എന്റെ മകന്റെ അടുത്ത് ഞാൻ കൊടുക്കാം. हाय अंकल, हाउ आर यू? हाँ मिस्टर रमेश नമ്പ്യാർ. क्या साहब? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? कुछ नहीं साहब. തന്നോടല്ലോ ഒന്ന് പോയേ. ഞാനല്ലാതെ വേറെ ഏത് രമേശ് നമ്പ്യാർ? ഓ, രാം സിംഗ്. രാം സിംഗ്. നോ ഹോട്ടൽസ് ഒന്നും വേണ്ട, ബുദ്ധിമുട്ടല്ലേ. ഐ വിൽ സ്റ്റേ ഇൻ യുവർ ഹൗസ്. ഗുഡ്. എയർപോർട്ടിൽ എന്റെ മാനേജർ മേനൻ റിസീവ് ചെയ്യാനുണ്ടാവും. ഓക്കെ, ശരി. ഇവിടെ മേനെ സാർ, വരുന്ന 7-ാം തീയതി രാവിലെ രമേശ് നമ്പ്യാർ ഡൽഹിയിൽ നിന്ന് വരുന്നു. താൻ പോയി റിസീവ് ചെയ്യണം. ഹായ് ഡാഡ്. ആ മോളെ സൂര്യേ, എന്താ ഡാഡി? നമ്മുടെ കമ്പനിയിൽ പുതിയ GM-ആയി ചാർജ് എടുക്കാൻ പോകുന്ന ആള് 7-ാം തീയതി എത്തുന്നു. വാട്ട് ഹാപ്പൻ ടു യു? എടി പെണ്ണെ, നിന്നെ കെട്ടാൻ പോകുന്ന ചെറുക്കൻ വരുന്നു. രമേശ് നമ്പ്യാർ MBA. പേര് കേൾക്കുമ്പോ തന്നെ അറിയാം ആളുടെ ഒരു ഗെറ്റപ്പ്. എനിക്കിപ്പോ കല്യാണം വേണ്ടെന്ന് പറഞ്ഞില്ലേ? മോളെ, അമേരിക്കയിൽ നല്ല അന്തസ്സായിട്ട് ജീവിച്ചവനാ രമേശ് നമ്പ്യാർ. നീ അവനൊന്ന് കണ്ടു നോക്ക്, നിനക്ക് തീർച്ചയായിട്ടും ഇഷ്ടാവും. ഡാഡി, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഒന്നും പറയണ്ട. ലെറ്റ് മീ സീ ഹിം ഫസ്റ്റ്. അത് കഴിഞ്ഞ് ഞാൻ തീരുമാനിച്ചോളാം. അപ്പൊ ഫിക്സ്ഡ്. അയ്യോ, ഫിക്സ്ഡ് അല്ല. ആ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കി ഞങ്ങളുടെ കല്യാണം നടത്തി തരണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തൻ ഈ സ്വത്തും അവളെ അടിച്ചോണ്ട് പോകും. പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. നീ കരയാതെ, അതിനൊരു വഴി ഞാൻ കണ്ടിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് വരുന്ന ചെക്കൻ ഇവിടെ എത്തരുത്. ഇവിടെ എത്തരുത് അവനോട് വിളിച്ചു പറഞ്ഞാലോ? വിളിത്തരം പറയണ. പിന്നെന്താ വഴി? പങ്കായ കെണി വെച്ച് അവനെ തട്ടം. അതിന് പറ്റിയാൽ പൊളിറ്റിക്കൽ ബ്രോക്കർ ബേപ്പൂര് മൂസ. സമൂസ, പരിപ്പ് വട. നമസ്കാരം. സ്വീകരിക്കാൻ ഇവിടെ ആരുമില്ലേ? ഒരു പൊളിറ്റിക്കൽ ബ്രോക്കർ വന്നിട്ട് ഇവന്മാർക്കൊന്നും പൊളിറ്റിക്സും അറിയില്ലേ? കോട്ടയം നമ്പർ 4. എല്ലാ കാര്യങ്ങളും ഫോണിൽ കൂടെ പറയാൻ പറ്റാത്തതുകൊണ്ടാ നേരിട്ട് വിളിപ്പിച്ചത്. നിങ്ങൾ സംസാരിച്ച് വന്നപ്പോഴേ ഏകദേശ രൂപം കിട്ടി. കാര്യം എന്താ വെച്ചാ പെട്ടെന്ന് പറഞ്ഞോളി. നമുക്ക് ഒറീസയിൽ ഇത്തിരി പണിയുണ്ട്. 4-5 പൊളിറ്റിക്കൽ മർഡർ, അതിനുള്ള ആൾ ഏർപ്പാടാക്കണം. അല്ല മൂസിക്ക, ഇത്രേ കൊലപാതകങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിട്ട് നിങ്ങൾ ഇതുവരെ അകത്തായില്ലേ? എന്റെ കരുനാവ് കൊണ്ടൊന്നും പറയാതെ ഹംകെ. നമ്മള് വെറും ഓർഗനൈസർ. വാടക കൊലയാളികളെ ഓൾ ഇന്ത്യ ലെവലിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പാവൻ ഡിസ്ട്രിബ്യൂട്ടർ. നമ്മൾ ഈ ചരിത്രവും ഭൂമിശാസ്ത്രവും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ആരെങ്കിലും പെട്ടെന്ന് കൂടി കയറി വരും. ആ രമേശ് നമ്പ്യാരെ ഒതുക്കാൻ എന്താ ഒരു വഴി? അതെ, അയാള് വലിയ കോടീശ്വരനും പഠിപ്പൊക്കെ ഉള്ള ആളല്ലേ? ആണ്. വെൽ പ്ലാൻഡ് ആയിരിക്കണം. ആയിരിക്കണം, ആയിരിക്കണം. എയർപോർട്ടിനെ തട്ടിക്കൊണ്ടുപോയി തട്ടിക്കളയാം. അത്രയ്ക്ക് വേണോ? നിങ്ങൾ ബേജാറാവേണ്ട. ആലിബാബയെ വരുത്താം. കിഡ്നാപ്പിംഗ് എക്സ്പെർട്ടാ. കിഡ്നാപ്പ് ചെയ്ത് തട്ടിക്കോളും. പക്ഷെ ഒറ്റ വരിക്ക് 5 lakhs കൊടുക്കണം. 5 ലക്ഷം. 5 ലക്ഷം? ആ വെടി മിസ്സായാലേ
മിസ്സാവുന്ന പ്രശ്നമേ ഇല്ല. അഥവാ മിസ്സായാൽ ഒരു വെടി കൂടി വെക്കണം. അതിന് കൊടുക്കണോ 5 ലക്ഷം? കൊടുക്കണം. അത് മാത്രം. എന്റെ ബ്രോക്കറേജ്, വിമാന ചെലവ്, ബോംബെയിലെ ബോർഡിംഗ് ആൻഡ് ലോഡ്ജിങ്, പിന്നെ ബൊമ്പായി അല്ലേ എന്റർടൈൻമെന്റ് അതും കൂടി. അല്ലിക്കായി എന്റർടൈൻമെന്റ് അതെന്താ? അതായത് എടോ എന്റർടൈൻമെന്റ് എന്താണെന്ന് അയാൾ മുമ്പ് നിനക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? ഇതിനോടെ ചോദിക്കാൻ പാടുണ്ടോ? എന്ത് കൊടുത്തിട്ടാണ് നിങ്ങൾ എങ്ങനെയാണ് മക്കളെ പഠിപ്പിച്ചാല്? അവന്റെ സംശയം അല്ല. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞ പോലെയല്ല, ഞാൻ പറഞ്ഞ പോലെ. ഞാൻ ബോംബെയൊക്കെ പറക്കുന്നു, ആലിബാബയെ കാണുന്നു. എനിക്കറിയില്ല. ഡൽഹിയിൽ വെച്ച് ഡാഡി പരിചയപ്പെട്ട ഒരാളുടെ മകനാണെന്ന് മാത്രമേ അറിയൂ. അപ്പൊ ഈ രമേശ് നമ്പ്യാരെ സൂര്യയുടെ ഡാഡി നേരിട്ട് കണ്ടിട്ടില്ല അല്ലേ? ഇല്ല. ഈ വരുന്ന 7-ാം തീയതി അയാൾ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുമല്ലേ? ശരി, രമേശ് നമ്പ്യാരെ ഞാൻ മാനേജ് ചെയ്തോളാം. എങ്ങനെ? ആദ്യം അയാളൊന്ന് ലാൻഡ് ചെയ്യട്ടെ. അയ്യോ, ലാൻഡ് ചെയ്ത അയാൾ നേരെ വീട്ടിലേക്ക് വരും. എയർപോർട്ടിൽ വന്നിറങ്ങിയാൽ അയാൾ എങ്ങോട്ട് പോകണമെന്ന് ഈ വലിയ ചുങ്കത്തറയിൽ അച്ചായൻ തീരുമാനിക്കും. മനസ്സിലായില്ല. ലെറ്റ് ഇറ്റ് ബി എ സർപ്രൈസ്. രമേശ് നമ്പ്യാർ റിസീവിന് ആളെത്തിയിട്ടുണ്ട്. കാർഡ് മാറ്റിക്കോ. രമേശ് നമ്പ്യാർ. ഹായ്. ഹലോ. I am Ramesh Nambiar, MBA. വെൽക്കം സർ. Nice to meet you. The climate in Kerala is so horrible. ഇറ്റ്സ് നോർമൽ സർ. Okay. കാർ ഇസ് റെഡി. Come. ഒത്തിരി നേരം വെയിറ്റ് ചെയ്തല്ലേ ഫ്ലൈറ്റില്? ഇറ്റ് ഡസന്റ് മാറ്റർ സർ. എന്താ ഈ വേഷത്തില്? ബോഡി ഗാർഡ്. കം ഓൺ സർ. I mean black cat. Okay. Come. Oh, Sorry. No problem. റിസീവ് ചെയ്യാൻ വന്ന ആളെന്തിനാ തോക്കെടുക്കുന്നത്? ചലോ. ഹലോ ഡീസൽ ഉണ്ടാവില്ലല്ലേ? ഇല്ലെങ്കിൽ തമ്പ വരൂ. ഞാനിപ്പോ ആകെ കൺഫ്യൂഷനില്ല. ഒരാൾ എന്നെ കൊല്ലാൻ വരുന്നു, മറ്റൊരു സംഘം രക്ഷിക്കാൻ വരുന്നു. നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങളൊക്കെ ആരാ? തട്ടിപ്പ് നടത്തി ജീവിക്കുന്നവരെ വെട്ടിച്ച് കാശുണ്ടാക്കി ജീവിക്കുന്ന ഒരു പ്രൊഫഷണൽ ഫ്രോഡ്. തലയ്ക്ക് വില പറഞ്ഞിരിക്കുന്ന പിടികിട്ടാപ്പുള്ളികളെ പിടിച്ചു കൊടുക്കുക, കൊല്ലാൻ കൊണ്ടുപോകുന്ന കോടീശ്വരന്മാരെ രക്ഷിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഗവൺമെന്റിനും നാട്ടുകാർക്കും ചെയ്ത് അതിന്റെ കൂലി കണക്ക് പറഞ്ഞു മേടിച്ച് ജീവിക്കുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു അസാധാരണ ഫ്രോഡ്. അപ്പൊ നീയും എന്നെ പോലാണല്ലേ? സാറെന്താ ആലോചിക്കുന്നത്? എന്റെ കൂലി എന്നേക്ക് ഞങ്ങൾ പോയിക്കൊള്ളാം. തരാം. പക്ഷെ അതിനു മുമ്പ് ഇവൻ ആരാണെന്നും എന്തിനാ എന്നെ കൊല്ലാമെന്നെന്നും എനിക്കറിയണം. അതിനൊക്കെ വേറെ ക്യാഷ് ആവും. ക്യാഷ് എനിക്കൊരു പ്രശ്നമല്ല. റിസർവ് ബാങ്കിന് സ്ട്രൈറ്റ് ആയിട്ട് ഞാൻ ക്യാഷ് തരും. പക്ഷെ അതിനു മുമ്പ് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എനിക്കറിയണം. ഇവന്റെ ജനനം മുതൽ മരണം വരെയുള്ള ഫുൾ ഡീറ്റെയിൽസ്. ഓക്കെ?
പറയാ തെണ്ടി, നീ എന്തിനായി സാറിനെ കൊല്ലാൻ ശ്രമിച്ചത്? പറയാ തെണ്ടി, നീ ആരാ? मैं अली बाबा हूँ। बंद करके मारना मर्दों का काम नहीं। എന്തോ തന്നെ കെട്ടിയിട്ട് തല്ലുന്നത് ആണത്തമല്ലെന്നോ? എങ്കിൽ സത്യം പറ, എന്തിനെന്നെ കൊല്ലാൻ വന്നു? पैसा लेकर कमीने कुत्ते, मेरा इस शरीर में प्राण है तो जरूर तुझे मार डालूंगा, समझा? മർദാലുങ്ക എന്നുവെച്ചാ? അപ്പോ എന്നെ കൊല്ലാൻ ഇവൻ ആരുടെയോ കയ്യിൽ നിന്നും പണം പറ്റിയിരിക്കുന്നു. അപ്പോ രമേശ് നമ്പ്യാർക്ക് ശത്രുക്കളുണ്ട്. അബദ്ധം പറ്റരുത്, ബുദ്ധിപരമായി നീങ്ങണം. നീ ഒരു കൂലിത്തല്ലുകാരനല്ലേ? കാശ് കിട്ടിയാൽ എന്തും ചെയ്യുന്ന ഫ്രോഡ്. ന്യായമുള്ള കാര്യമാണെങ്കിൽ തല പോയാലും ഞാനെന്റെ ജോലി. ന്യായമോ അന്യായമോ അത് വേറെ കാര്യം. റിസ്ക് എടുക്കാൻ തയ്യാറാണോ? ആണെങ്കിൽ എനിക്ക് പകരം നീ എവിടെ പോകണം? ഞാനായിട്ട്, രമേശ് നമ്പ്യാർ എന്ന MBA കാരനായിട്ട്. അതിനെന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലല്ലോ. എന്റെ സർട്ടിഫിക്കറ്റുകളെല്ലാം ഞാൻ നിനക്ക് തരാം. ശത്രു ആരാണെന്നും എന്താണ് അവന്റെ ലക്ഷ്യമെന്നും നീ കണ്ടുപിടിച്ചതിന് ശേഷം ഞാൻ അവിടെ എത്തിക്കൊള്ളാം. എത്രയാ നിന്റെ പ്രതിഫലം? 1,00,000 രൂപ അഡ്വാൻസ്. ടോട്ടൽ 2 ലക്ഷം രൂപ. ജബാന്ന് എണ്ണി തരണം. ചെക്ക് വേണ്ട, ക്യാഷ് മതി. ഡെയിലി ബാറ്റ വേറെ. എനിക്ക് നിനക്ക് ഞാൻ വേറെ തരാം. എഗ്രീഡ്? ഓക്കേ, എഗ്രീഡ്. പക്ഷേ അന്നന്ന് നടക്കുന്ന കാര്യങ്ങൾ അന്നന്ന് തന്നെ എന്നെ അറിയിച്ചിരിക്കണം. പിന്നൊരു കാര്യം, അവിടെ സുന്ദരിയായ ഒരു പെൺകുട്ടിയുണ്ട്, സൂര്യ. അവളോട് മാത്രം നീ എല്ലാ സത്യങ്ങളും തുറന്നു പറയണം. രമേശ് നമ്പ്യാർ MBA അത് നീയല്ലെന്നും ഞാനാണെന്നും ഞാൻ നിന്നെപ്പോലൊരു മണ്ടനല്ലെന്നും സുന്ദരനും അതീവ ബുദ്ധിമാനുമാണെന്നും നീ വച്ച് കാച്ചിക്കണം. എന്നെ കുറിച്ച് നീ അവളോട് പറയുമ്പോഴൊക്കെ പൊക്കിയേ പറയാവൂ. ഇനി ഒടുവിൽ അവള് നിങ്ങളെ നേരിട്ട് കാണുമ്പോ മെന്റൽ ആയി പോയാലോ? തോക്കിനകത്ത് കയറി ഓടിക്കണ്ട. മെന്റലായി പോയാൽ ഞാൻ ട്രീറ്റ് ചെയ്തോളാം. പൊക്കി പറയാൻ പറഞ്ഞാൽ പൊക്കി പറഞ്ഞോളാം. മനസ്സിലായോ? അതിനുള്ള ക്യാഷ് ഞാൻ വേറെ പേ ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? മനസ്സിലായതേ ഇല്ല. എല്ലാം ശുഭമായി കലാശിക്കും. ആലിബാബയെ മാത്രമല്ല, ഈ രമേശ് നമ്പ്യാരെയും നമ്മൾ ഇനി വിടുന്നില്ല. ഈ വലിയ ചുങ്കത്തറയിൽ അച്ചായന്റെ കളി ഇവിടെ ആരംഭിക്കും. കൂടെ കൂടെ ഇവൻ പേടിപ്പിക്കുന്നുണ്ടല്ലോ, സൂക്ഷിക്കണം. എത്തിയിട്ടില്ലെന്നോ? മിസ്റ്റർ നമ്പ്യാർ ഡൽഹിയിൽ നിന്ന് ഫോൺ ചെയ്ത് പറഞ്ഞാണല്ലോ പുറപ്പെട്ടു. ആട്ടെ, താൻ എത്ര മണിക്കാണ് എയർപോർട്ടിൽ എത്തിയത്? 12:30. എടോ, ഫ്ലൈറ്റ് ടൈം 12 മണിക്കല്ലേ? അരമണിക്കൂർ താൻ എവിടെ പോയി കിടക്കായിരുന്നു? അയാൾ വന്നിട്ടുണ്ടാവും. ഇനി എവിടെ പോയി അന്വേഷിക്കാനാ ഞാൻ? എന്തന്വേഷിക്കാൻ? എവിടെ അന്വേഷിക്കാൻ? അവിടെ വെടി പൊട്ടി, ഇനി ഒരു പൊടി പോലും കിട്ടില്ല. ആലിബാബ അവിടെ അവനെ തട്ടി, മണിവർണ്ണൻ ഇവിടെ ഇവളെ കെട്ടു. അച്ഛാ, ബഹുത്ത് അച്ഛാ. ठहरो ठहरो ठहरो। आपका नाम क्या है? രമേശ് നമ്പ്യാർ. എന്റെ അതേ പേര്. ക്വാളിഫിക്കേഷൻ? MBA. എന്റെ അതേ ക്വാളിഫിക്കേഷൻ. ഇയാളാണോ ജനറൽ മാനേജർ? I am രമേശ്. ഏത് രമേശ്? എന്ത് രമേശ്? രമേശ് നമ്പ്യാർ MBA. ഓ, രമേശ് നമ്പ്യാർ MBA. സാറേ, രമേശ് നമ്പ്യാർ എത്തി. 5 ലക്ഷം പോയോ ഭഗവാനെ? ഇവനെന്തോ ഒരു കള്ളനെ പോലെ പതിഞ്ഞു പതിഞ്ഞു നോക്കണ. ഒരൊറ്റ ഓട്ട പോലും ഈ ശരീരത്തിലില്ല. ഹലോ, നമസ്കാരം. അല്ല, ഈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് എയർപോർട്ടിൽ വെച്ചിട്ട് വല്ല ഇന്ത്യക്കാരന്മാരും വന്ന് അടിയോ ഇടിയോ വെട്ടിയോ കുത്തിയോ ചോട്ട് എന്തൊക്കെ ഉണ്ടായി? ഓ, അപ്പൊ ആലിബാബയെ വരുത്ത ഇവന്മാരാണല്ലേ? ഉണ്ടായി. ഞാൻ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയതും ഒരു വെടിയുണ്ട് ദാ ഇങ്ങനെ നേരെ ഇവിടം വരെ വന്നു. ഞാൻ ഫേസ് മാറ്റി കളഞ്ഞു, അതങ്ങ് ചീറ്റി പോയി. ചീറ്റിയത് വെടിയുണ്ടല്ല, 5 ലക്ഷം. 5 ലക്ഷം? അത് ഈ അതെ, ഈ കണ്ണപ്പള്ളിയിൽ ചന്തു പറഞ്ഞില്ലേ, ആലിപ്പഴം പെറുക്കാം പീലിക്കൂടെ നിവർത്താം. ആ പാട്ട് പിന്നെ ഭയങ്കര ഇഷ്ടം. ആലിപ്പഴം നിവർക്കാം പീലിക്കൂടെ നിവർത്താം, ആലിപ്പഴം പെറുക്കാം പീലിക്കൂടെ നിവർത്താം. ഇവന്മാര് പാരയായിട്ട് വരും. ആലിപ്പഴം ഞാൻ പെറുപ്പിക്കാൻ കേട്ടാ. ഹലോ 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 ഹലോ. I am രമേശ് നമ്പ്യാർ MBA. ഐ എം ശങ്കരൻ നായർ. റിസീവ് ചെയ്യാൻ ഞാൻ മാനേജറെ എയർപോർട്ടിലേക്ക് അയച്ചിരുന്നു. ആളൊരു മറവിക്കാരനാ, അതുകൊണ്ട് ഒരു അല്പം ലേറ്റ് ആയി. അതേതായാലും നന്നായി, അല്ലെങ്കിൽ എല്ലാം കൂടെ കുഴഞ്ഞു മറിഞ്ഞ്. അതെന്താ?
എന്നെ കണ്ടുപിടിക്കാൻ പുള്ളിക്കാരനും പുള്ളിക്കാരനെ കണ്ടുപിടിക്കാൻ ഞാനും കൂടെ ശ്രമിച്ച് മൊത്തത്തിൽ അതൊരു ഗുലുഗുലു തീക്തം കഴിച്ച അനുഭവമായനെ. നല്ല ഹ്യൂമർ സെൻസ്. ബൈ ദ ബൈ മിസ്റ്റർ രമേശ്, നമ്മൾ ഫോണിലൂടെ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് കാണാൻ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. നൗ ഐ എം ഹാപ്പി. യു ആർ വെരി സ്മാർട്ട്. താങ്ക് യു അങ്കിൾ. മോളെന്തിയടോ? മോൾക്ക് കാണണ്ടെന്ന് പറയാൻ പറഞ്ഞു. ഇപ്പോഴത്തെ പെമ്പിള്ളേരൊക്കെ ഇങ്ങനെയാ. മോളെ സൂര്യേ, മോളിങ്ങോട്ട് വന്നേ. അവളൊരു ഇത്തിരി മൂഡ് ഓഫിലാ. ഞാൻ അവളെ പരിചയപ്പെടുത്താം. വരൂ. വേണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഒന്ന് പരിചയപ്പെട്ടോളാം, അതല്ലേ നല്ലത്. ദാറ്റ്സ് ഗുഡ്. ലെറ്റ് ഇറ്റ് ബി എ സർപ്രൈസ് ഫോർ ഹർ. എവിടാ മുറി? മോളില. ഓക്കേ, ഐ വിൽ മാനേജ്. അവളെങ്ങാനും അങ്ങനെ വല്ലതും പറഞ്ഞെങ്കിൽ തന്നെ ആ കാര്യം താൻ ഇവിടെ എഴുന്നള്ളിക്കാതെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പറയണ്ടേ? തട്ടി മുട്ടി ഒച്ച വെക്കണ്ട ഡാഡി, എനിക്ക് ആരെയും കാണണ്ട. കാണണ്ടെന്ന് പറഞ്ഞില്ലേ? ഹലോ, ഒന്നിങ്ങോട്ട് നോക്കി. യെസ്, ഐ ആം രമേശ് നമ്പ്യാർ MBA. ഇത്രയും കാലം ഒളിച്ചു വെച്ചത് മറ്റൊന്നും കൊണ്ടല്ല. ഞാൻ അങ്ങനെയാണ്. കുട്ടിക്കാലം മുതൽ അല്പം ചൈൽഡിഷ്. അതെന്റെ നേച്ചറാണ്. ഡാഡി എപ്പോഴും അതിനെക്കുറിച്ച് വഴക്ക് പറയാറുണ്ട്. ബട്ട് ഐ ആം കെയർലെസ്. പക്ഷെ ഇപ്പോൾ എല്ലാ സത്യവും തുറന്നു പറയാൻ സമയമായി. ഇനിയും നിന്നെ പറ്റിക്കാൻ എനിക്ക് വയ്യ. ബിക്കോസ് ഐ ലവ് യു. ഐ ഡു ലവ് യു. ഐ ലവ് യു സോ മച്ച്. സത്യമാണോ നീ പറയുന്നത്? എന്റെ ഹൃദയം പോലെ പരിശുദ്ധം. രമേശ് നമ്പ്യാർ എന്ന് പറഞ്ഞ ആ വീട്ടിൽ കാലുകുത്തിയതും ഒരൊറ്റ ആക്രമണമല്ലായിരുന്നു. ആര്? അവളുടെ അമ്മാവനും അവളുടെ മുറച്ചെറുക്കൻ. എന്നിട്ട് ഞാൻ ചെറുത്തു നിന്നു. ഓരോരോ കടമ്പുകൾ കടക്കുമ്പോഴും എനിക്ക് തോന്നി ഞാൻ രമേശൻ നമ്പ്യാരല്ല, ഞാൻ രമേശൻ നമ്പ്യാരല്ല എന്ന് വിളിച്ചു പറയണമെന്ന്. എന്നിട്ട് നീ അത് പറഞ്ഞോ? ഞാൻ പിടിച്ചു നിന്നു സാറിന് വേണ്ടി. അവളോട് മാത്രം എന്നെ പറ്റി പറഞ്ഞില്ലേ? പറഞ്ഞെന്നോ? എല്ലാം പറഞ്ഞു. സാർ എന്നെ പോലെ സുന്ദരനല്ല, അല്ല സാർ എന്നെക്കാളും സുന്ദരനാണ്. മാത്രമല്ല 6.5 അടി പൊക്കമുണ്ടെന്ന് വരെ വെച്ച് കാച്ചിട്ടുണ്ട്. 6 അടി പൊക്കോ? എനിക്ക് 5 അടി പൊക്കല്ലേ ഉള്ളൂ. സാറല്ലേ പറഞ്ഞ എന്തും പൊക്കി പറയണമെന്ന്. പൊക്കി പറയാൻ പറഞ്ഞ പൊക്കെ കൂട്ടി പറയാനാണോടാ? ഒരടിയുടെ കുറവല്ലേ ഉള്ളൂ. അതെ, ഒരടിയുടെ കുറവുണ്ട്. അത് നിനക്ക് എന്തോന്നായി പറയുന്നത്? പട്ടി കെട്ടഴിച്ച് വിട്ടാ നിന്നെ കൊല്ലുമെന്ന്. എന്നെ? നിന്നെ കൊന്നിട്ട് എന്താ കാര്യം? എന്നെ? അപ്പൊ കെട്ടഴിച്ചു വിട്ടാ സാറിനെ കൊല്ലൂ? അതല്ലേ പൊട്ട ഹിന്ദി പറഞ്ഞത്. എന്നാൽ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്ത് കാര്യം? നാളെ രമേശ് നമ്പ്യാർ MBA ആയി സൂര്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ജനറൽ മാനേജരായി ഞാൻ ചാർജ് എടുക്കുന്നു. അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി. എന്റെ കൊക്കി ജീവിതത്തോടത്തോളം കാലം അത് നടക്കില്ല. ഞാൻ സമ്മതിക്കില്ല. സമ്മതിക്കില്ലേ? സമ്മതിക്കില്ല. ഇല്ലേ? ഇല്ല. കെട്ടഴിച്ച് വിടട്ടെ. സമ്മതിച്ചിരിക്കുന്നു. அவனுக்கு டைம் வந்துருச்சு. இந்த உலகத்தை விட்டே போறதுக்கு அவனுக்கு டைம் வந்துருச்சு. இந்த சிவசுப்பிரமணிய கவுண்டரோட தம்பிய கொலை செஞ்சவன் உயிரோட இருக்க கூடாது. ஆனா எதுக்காக என் தம்பி அலிபாபா இருக்கிற இடத்துல போய் மாட்டிக்கிட்டான்? அலிபாபா அங்க வருவான்னு சின்ன கவுண்டருக்கு தெரியாம இருந்திருக்கலாம். அலிபாபா இப்ப பாம்பேல இல்ல பாஸ், அவன் கேரளா போயிருக்கான். நாங்க வேணா புறப்பட்டு கேரளா போயிட்டு வரட்டுமா? நோ, நம்ம ஆளுங்களை பார்த்தா அவனுக்கு அடையாளம் தெரியும். அதனால பூனால இருந்து டாக்கூர் குரூப் கேரளாவுக்கு போட்டோம். டாக்கூர் குரூப்புக்கு அலிபாபா அடையாளம் தெரியாது பாஸ். அதனால அலிபாபாவோட போட்டோ இருந்ததுன்னா அதெல்லாம் கிடைக்காது. அலிபாபா கேரளால எங்க இருந்தாலும் ടാക്കൂർ ഗ്രൂപ്പ് തേടി കണ്ടുപിടിച്ചിരുവാങ്ക. എന്താ പറഞ്ഞത്? അപ്പോയിന്റ് ചെയ്തെന്നോ? നിന്നെയൊക്കെ മാനേജർമാരായി അപ്പോയിന്റ് ചെയ്യാൻ അവനെന്ത് അധികാരം? ആ തെണ്ടിയെ എന്റെ ഡ്യൂപ്പായിട്ട് ആക്ട് ചെയ്യാൻ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒരു 4-ാംകിട ഡ്യൂപ്പിന് പോളിസി മാറ്റർ കൈകാര്യം ചെയ്യാനുള്ള യാതൊരു ലീഗൽ പവറും ഇല്ല. നിന്നെയൊക്കെ ഞാൻ പിരിച്ചുവിട്ടിരിക്കുന്നു. പിരിച്ചുവിടാൻ സാറിനെന്താ അധികാരം? അടുത്ത ദിവസങ്ങളിൽ സൂര്യ ഗ്രൂപ്പിന്റെ അവകാശിയാകാൻ പോകുന്ന ആൾക്ക് എന്തധികാരമൊന്നും? ഏതുവരെ പഠിച്ചു? ഇതിന് വലിയ MBA MBBS ഒന്നും വേണ്ട, പ്രാക്ടിക്കൽ നോളജ് മതിയിടോ. ഒരു MBA-കാരനെ ഇടോന്നോ? പിന്നെ തന്നെ എന്തോന്ന് വിളിക്കണം? പട്ടീന്നോ? ഞാൻ ശങ്കർജിയുടെ മരുമകനാകാൻ പോകുന്ന ആളാ. സൂക്ഷിച്ച് സംസാരിക്കണം. അത് ഈ ജന്മം നടക്കുമെന്ന് തോന്നുന്നില്ല. മനസ്സിലായില്ല? അച്ചായൻ അവളുമായി സൂപ്പർ ലൈനില്ല. അവൾ അച്ചായനെ കെട്ടു. അതാ ഇപ്പോഴത്തെ പൊസിഷൻ. അപ്പൊ ചതിയാണല്ലേ?
അവനോട് സൂര്യയുമായി ഒരു ലിംഗം റിലേഷനും പാടില്ല എന്ന് ഞാൻ പറഞ്ഞതാ. അവളുടെ ഭ്രമണപഥത്തിൽ നിന്ന് പോലും ഒഴിഞ്ഞു നിൽക്കാനാ ഞാൻ അവനെ പറഞ്ഞയച്ചത്. പരമച്ചേറ്റേ, ഞാനെല്ലാം പൊളിക്കും. എങ്ങോട്ടാ? സൂര്യയുടെ വീട്ടിലോട്ട് ഞാൻ അവിടെ ചെല്ലും. എല്ലാ കാര്യങ്ങളും അവളോട് ഞാൻ തുറന്നു പറയും. ആ ചതിയനെ ഞാൻ എറിഞ്ഞോടിക്കും. ഏറുകൊണ്ട പട്ടിയെ പോലെ ആ തെണ്ടി ഞൊണ്ടി ഓടുമ്പോ സൂര്യ ഗ്രൂപ്പ്സിന്റെ ജനറൽ മാനേജറുടെ കസേരയിൽ ഞാനിരുന്ന് റൊട്ടേറ്റ് ചെയ്യാൻ തനിക്കെന്താ വട്ടുണ്ടോ? വട്ട് നിന്റെ അച്ഛന്. ഞങ്ങൾ പറയണതനുസരിച്ച് അടങ്ങി ഒതുങ്ങി നിന്നാ തനിക്ക് കൊള്ളാം. എങ്ങനെ നിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. നീയൊക്കെ എന്ത് ചെയ്യോളാം? ചേച്ചകളാ, ഞാൻ നമ്പ്യാരും പൊതുവാണോ? कुछ नहीं। मैं तुझे मार डालूंगा। ഒരുപാട് സ്വപ്നങ്ങൾ എനിക്ക് ബാക്കിയുണ്ട്. ആദിബാബ ചാടിപ്പോയെന്നോ? നിങ്ങൾ എന്തായി പറയുന്നത്? സത്യമാണ്. ഇപ്പൊ രമേശ് നമ്പ്യാർ അയാളെ തട്ടിക്കാണും. എങ്കിൽ അയാളുടെ അടുത്ത് തരാൻ നമ്മളാ. അതിന് നമ്മൾ എന്ത് തെറ്റാ? അയാളെ കുടുക്കിയതും കെട്ടിയിട്ടിടിച്ചത് നമ്മളല്ലേ? അതിന്റെ പക തീർക്കായിരിക്കും. രമേശ് നമ്പ്യാർ ബാബ. എടാ കോപ്പേ, ഇന്നിപ്പോ എന്റെ ബുദ്ധിമോശം കൊണ്ട് സൂര്യയുടെയും വീട്ടുകാരുടെയും മുമ്പിൽ നീ രമേശ് നമ്പ്യാരായി വിലസുന്നു. പൊഴിച്ചിട്ട പടത്തിലേക്ക് ഒരു പാമ്പിന് തിരികെ കയറാൻ പറ്റില്ല. അതുപോലെ ഇനി ഒരിക്കലും എനിക്ക് ആ വീട്ടിൽ രമേശ് നമ്പ്യാരായി കയറാനും പറ്റില്ല. പക്ഷേ എനിക്ക് ആ വീട്ടിൽ കയറി പറ്റിയേ പറ്റൂ. ആ വീട്ടിൽ ഇനി ഒരു അൽസേഷൻ നായുടെ കുറവേ ഉള്ളൂ. അതേടാ, നിന്റെ ശരീരം കടിച്ച് പറിച്ച് കീറി എറിയാൻ കഴിവുള്ള അൽസേഷൻ. രമേശ് നമ്പ്യാർ എന്ന ഈ വ്യാജന്റെ രക്തത്തിന് വേണ്ടി ദാഹിക്കുന്ന അൽസേഷൻ. ആ അൽസേഷൻ ആകാനാടാ എന്റെ തീരുമാനം. അതുകൊണ്ട് ഇന്നു മുതൽ ഞാനാടാ അലിബാബ. അപ്പൊ അയാൾ എവിടെ? അയാൾ എവിടെയുമില്ല. കയറ് പൊട്ടിച്ചതും ഞാൻ അവനെ ഒറ്റവെടിക്ക് അലിബാബയ്ക്ക് നിന്റെ ശത്രുപക്ഷത്ത് സ്ഥാനമുണ്ട്. അവിടെ കയറിക്കൂടി നിന്റെ കള്ളക്കളി കംപ്ലീറ്റ് ഞാൻ പൊളിക്കും. അതോടെ സൂര്യ നിന്നെ ആട്ടി പുറത്താക്കും. പിന്നെ ഞാൻ സൂര്യയുടെ കഴുത്തിൽ മിന്നു കെട്ടും. എന്നിട്ട് സൂര്യ ഗ്രൂപ്പിന്റെ മുഴുവൻ അവകാശി ഞാനാകും. അടവ് 18 കഴിഞ്ഞാടാ ഞാൻ തീഹാറിൽ നിന്ന് വന്നിട്ടുള്ളത്. തീഹാറോ? ബീഹാർ എന്നാ ഞാൻ പറഞ്ഞത്. ചെവിയും കേട്ടൂടല്ലേ? ബീഹാറിൽ എനിക്കൊരു ടീ എസ്റ്റേറ്റ് ഉണ്ട്. അതിന്റെ പേരാണ് തീഹാർ. തീഹാർ ടീ. അതും പകല് മുഴുവൻ കൊല്ലും കൊലയും കള്ളക്കടത്തും. രാത്രിയായ പെണ്ണുങ്ങൾ ഒത്ത് ഡാൻസും പാട്ടും എന്നല്ലേ ബേപ്പൂർ മൂസ ആലിബാബയെ കുറിച്ച് പറഞ്ഞത്? ഇവരെങ്ങനെ ഇവിടെ താമസിപ്പിക്കും? അച്ഛാ, സൂര്യയും ഞാനുമായിട്ടുള്ള കല്യാണം നടക്കണമെങ്കിൽ എന്ത് ത്യാഗം സഹിച്ചാണെങ്കിലും ആലിബാബ ഇവിടെ താമസിപ്പിക്കണം. പക്ഷെ എനിക്കൊരു സംശയം, മൂസൊക്കെ പറഞ്ഞൊരു ലുക്ക് വന്നില്ല. അവൻ ഇപ്പോഴേ എയിമ് പിടിച്ചു തുടങ്ങി. ആരെങ്കിലും കണ്ട കുഴപ്പാ. അവൻ എങ്ങനെയെങ്കിലും പിടിച്ച് മുറിക്കകത്താക്കണം. ആലിബാബാജി, ഒറിജിനൽ ആലിബാബ ആണോ?
ആപ്പ് ഉപയോഗിക്കുന്നിടത്ത് ഉപയോഗിച്ചാൽ മതി. എന്റെ അടുത്ത് ആപ്പ് വേണ്ട. മലയാളത്തിൽ പറഞ്ഞോളൂ. അപ്പൊ മലയാളം അറിയാലേ? മലയാളം മാത്രമല്ല, ഇന്റർപോൾ അന്വേഷിക്കുന്ന ഒരു അന്താരാഷ്ട്ര വാടക കൊലയാളിയായതിനാൽ ലോകത്തിലെ സർവത്ര ഭാഷയും എനിക്കറിയാം. പക്ഷെ കണ്ടാ പറയില്ല കേട്ടോ. എന്താണ്? ആലിബാബ ആണെന്ന്. കണ്ടാൽ അറിയാത്തവൻ ഉണ്ട കൊണ്ടാലറിയും. കൊണ്ടില്ലല്ലോ. ആദ്യത്തെ വെടി ഒന്ന് ചീറ്റിയില്ലേ? ഒരു വെടിക്ക് 5 ലക്ഷം. അത് കൊണ്ടാലും കൊണ്ടില്ലെങ്കിൽ 5 ലക്ഷം. അതൊരു നെറുകെട്ട ഏർപ്പാടായി. ബായ്. ആദ്യത്തെ വെടി ചീറ്റിയോ? ചീറ്റി മാത്രമല്ല, തൂക്കിപ്പോയി എന്റെ പണം പോയി. മേരാ ജീവൻ മേം പഹലെ ബാർ ഏക് ഗോലി ബേക്കാർ ഹോ ഗയാ. എന്താണ് മോനെ, എന്താണ്? അതായത് പുള്ളിക്കാരെ പകല് ബാറിൽ കയറി 2 വീശ. ഒരുപാട് സമ്പാദ്യങ്ങളൊന്നും ഞങ്ങൾക്കില്ല. ഇവൻ നമ്മുടെ ഷെയറിലുള്ള ഒരു പറമ്പ് വിറ്റിട്ടാണ് 5 ലക്ഷം തന്നത്. ബായി. ഇനി ഉന്നം പിഴക്കില്ല. പതുക്കെ ചുപ്പ് ചുപ്പ്. ഒരാളുടെ ശരീരം ഇല്ലെങ്കിലും 2 ആളുടെ ശബ്ദമാണല്ലേ. ഭായ് ഭായ് ആലിബാബയാണെന്നും രമേശ് നമ്പ്യാരെ കൊല്ലാൻ വന്നാണെന്നും ഇവിടെ ഓരറിയത്. തട്ടിക്കഴിഞ്ഞ അപ്പൊ സ്ഥലം വിട്ടോളാം. റെഡി ക്യാഷാ. അതുവരെ ഗസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ മതി. ബില്ല് ഞങ്ങള് പേ ചെയ്തോളാം. ആരാ അങ്കിൾ ഈ കടും പച്ച? ഇവനാണ് രമേശ് നമ്പ്യാർ. ലുക്ക് കണ്ടിട്ട് ഇവനും ഒരു ഉണ്ട വേണ്ടി വരും. ഇവനാണ് നമുക്ക് തട്ടേണ്ടത്. ആരാള്? അത് അച്ഛന്റെ കൂട്ടുകാരൻ ഒരു കേശവ മേനോല്ലേ, മേനോന്റെ മകനാ. അയ്യേ, ഈ വേഷത്തില് ഇവനെ കണ്ടിട്ട് ഒരു മേനോന്റെ ലുക്കില്ലല്ലോ. അതെ, ഇവന്റെ അമ്മയുടെ ടൈപ്പാ. കാഴ്ചക്ക് അല്പം ഡിഫക്റ്റ് ഉണ്ടെങ്കിലും ആള് ക്വാളിഫൈഡാ. അല്ലയാ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ മോളെ കെട്ടിക്കണമെന്ന്. ഇടയ്ക്കിടയ്ക്ക് കെട്ടിക്കാനാ? അതെ, വല്ലപ്പോഴും കെട്ടിക്കാനാ. ഒരു താങ്ങം ഉണ്ടായില്ലടോ. അല്ലയാ, ഞാൻ എന്റെ മോളെ കെട്ടിക്കണമെന്ന് പറയാറില്ലേ, അത് ഇയാളാ. എന്താ പേര്? അത് ഹരിചന്ദ്രൻ. ഹരിചന്ദ്രനോ? അതെന്തൊരു പേര്? അതങ്ങനെ ഒരു പേര്. ഓ മേരാ നാം ഹരിചന്ദ്രൻ ഹൂം. സംസാ वो हिंदी बोलता है. സാറിന്റെ ഈ ബോഡി ഗാർഡ് അന്ധനാണല്ലേ? ബോഡി ഗാർഡോ? പിന്നെ നോ, ഹീസ് അവർ GM മിസ്റ്റർ രമേശ് നമ്പ്യാർ. ഓഹോ, അപ്പൊ ഈ കുഞ്ചൻ നമ്പ്യാരോട് ആരായിട്ട് വരും? ഡിസ്റ്റന്റ് റിലേറ്റീവ് ആയിട്ട് വരും. നമ്മൾ എന്ത് ചെയ്യുന്നു? ഞാൻ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്. ഈ തട്ടിപ്പ് നടത്തി വെട്ടിച്ച് ജീവിക്കുന്നവരെ കണ്ടുപിടിച്ചു കൊടുക്കുക. ഉദാഹരണത്തിന് MBA. ഉദാഹരണമൊന്നും വേണ്ട, ഇത് മതി. അതുകൊണ്ടായിരിക്കും ഈ വേഷം. അതെ അതെ. Glad to meet you. സെയിം ടു യു. ഓക്കെ അങ്കിൾ. അങ്കിൾ, നമ്മുടെ ഈ സ്വിമ്മിംഗ് പൂളിന്റെ വർക്ക് നമ്മള് കോൺട്രാക്ടർ. എങ്ങോട്ടാ? അത് മുझे उस लड़की से मिलना है. രമേശ് നമ്പ്യാരെ ഞാൻ തട്ടണമെങ്കിൽ ഈ വീട്ടിലുള്ള എല്ലാവരെയും എനിക്ക് പരിചയപ്പെടണം. എവിടെ സൂര്യ? വിളിക്കൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. കാണിക്കൂ. അച്ഛാ, ചലോ ചലോ ചലോ. ഒരു കാര്യമുണ്ട്, ഒരു കാര്യം പറയാനുണ്ട്. എവിടാണോ സൂര്യ? എവിടെ? ഞാൻ ഡീൽ ചെയ്തോളാം. തും ജാവോ ജാവോ ജാവോ. ഇതൊക്കെ ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാം. ജാവോ മാൻ. മുझे जानता हूं. എന്നെ മനസ്സിലായോ? ആരാ? അച്ഛൻ പറയണ കേട്ടു. എന്നെ കെട്ടാൻ പോണ ആളല്ലേ? അതെ, ഞാൻ രാത്രി വരാം. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോ ആളെ കണ്ടു. ഇനി അറിയേണ്ടത് അവളുടെ ബെഡ്റൂമാണ്. അത് ഇത് ഇത് തന്നെ ഇത് തന്നെ ഇത് തന്നെ. എന്താ? ഏയ്, ഒന്നുമില്ല. ഗുഡ് നൈറ്റ്. അയ്യോ.
വന്നതാ. അയ്യോ, കള്ളനെ പിടിക്കാൻ വന്നതാ. എന്താ ഒരു ശബ്ദം കേട്ടത്? ഒന്നുമില്ല. ഒന്നുമില്ല, ശബ്ദം കേൾക്കും. വെറുതെ ഒരു അടി കിട്ടിയതാ. വെറുതെ ഒരു അടി കിട്ടുമോ? വെറുതെ ഒരു അടി കിട്ടി. വെറുതെ അടി കിട്ടുമോ? വെറുതെ ഒരു അടി കിട്ടി. വെറുതെ അടി കിട്ടുമോ? അതെ, വെറുതെ ഒരു അടി കിട്ടി. വെറുതെ അടി ഒരു അടി കിട്ടി. ഇപ്പൊ മനസ്സിലായി, വെറുതെയും അടി കിട്ടുമെന്ന്. ഞാൻ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. अरे भाई एक 420 दे दो. ഇവരാരാ? നമ്മുടെ ഈ പ്രദേശത്ത് ആലിബാബ എന്ന് പേരുള്ള ഹിന്ദി സംസാരിക്കുന്ന ആരെങ്കിലും വന്നിട്ടുണ്ട് ആശാനെ? എന്തിനാ? ഇവര് ബോംബെന്ന് വന്നതാണ്. ഹിന്ദി സംസാരിക്കുന്ന ഒരാൾ ഈ പ്രദേശത്ത് വന്നിട്ടുണ്ട്. അയാൾ ഇവർക്കൊന്ന് കാണണം. എന്താ കാര്യം? ക്യാ ബാത്തേ? 10 लाख रुपया उसको देने का है. 10 ലക്ഷം രൂപയോ? ആട്ടെ, ആളെ കണ്ടറിയോ? അത് ഞാൻ ചോദിച്ചു. ഇവരുടെ നേതാവ് പറഞ്ഞിട്ടാ ഇവര് വന്നിട്ടുള്ളത്. ആളെ കണ്ടിട്ടില്ല, ഫോട്ടോയും കയ്യിലില്ല. ഇങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ള മെസ്സേജ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ആരെങ്കിലും വന്നാ പറഞ്ഞേക്കാം. അരെ ഭായ്, ഇधർ ഭി കോയി നഹീ. अच्छा ये ले लो. അരെ ഭായ്, ബാലൻസ് ബാലൻസ്.